പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഒപ്പം ചേരുന്നുണ്ട്. സാർ സ്വാഗതം, ഗുഡ് മോർണിംഗ്. നോക്കൂ, ഒരു സർക്കാർ മരമുറി കേസിൽ നിയമവിരുദ്ധമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചതെന്ന് ഇതാദ്യമായാണ് ഒരു കോടതി പറയുന്നത്. എത്രമാത്രം ഗൗരവമുണ്ട് ഈ ഉത്തരവിന്? തീർച്ചയായിട്ടും നോക്കൂ, ഈ കഴിഞ്ഞ 31-ാം തീയതിയാണ് വയനാട് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AV മൃദുല മാഡം അവർ ഈ ഉത്തരവ് മരം തങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റോജി അഗസ്റ്റിൻ കൊടുത്ത അപേക്ഷ തള്ളിയത്. അത് തള്ളുമ്പോൾ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരള ഹൈക്കോടതി സിറാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2023 ജഡ്ജ്മെന്റിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ജില്ലാ ജഡ്ജി ഇതിനകത്ത് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. അതിൽ പറയുന്നുണ്ട്, ഈ സർക്കുലർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഡേറ്റഡ് 11/3/2020 പെർമിറ്റിംഗ് കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് ഓഫ് ട്രീസ് ഫ്രം ലാൻഡ് വിത്ത് പട്ട കനോട്ട് കം ടു ദ എയ്ഡ് ഓഫ് പെറ്റീഷണർ ആസ് എ സർക്കുലർ ഇറ്റ്സെൽഫ് ഈസ് ബാഡ് ഇൻ ലോ. ഈ 11/3/2020 ഇറങ്ങിയ പരിപത്രം നിയമപരമല്ല എന്ന് ജില്ലാ ജഡ്ജിയുടെ നിരീക്ഷണം കൃത്യമുണ്ട്. അത് ബേസ്ഡ് ഓൺ കേരള ഹൈക്കോടതി പറഞ്ഞ വിധിയാണ്. ഇത് തന്നെയാണ് നമ്മൾ മുൻപും പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒക്ടോബർ മാസത്തിൽ ജനം TV ഇതുമായി ബന്ധപ്പെട്ട് വെച്ച ഡിബേറ്റിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. അപ്പൊ കോടതി എത്തിയിരിക്കുന്നത് കറക്റ്റ് ലൈനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജഡ്ജ്മെന്റിന്റെ 33-ാം പാരഗ്രാഫിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വീണ്ടും 41-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നോക്കൂ, human activities are the primary cause of widespread damage to the flora and fauna of this country. No person can be allowed to indulge in nefarious act of depletion of forest wealth under the cover of some circulars and government orders which do not have any overriding effect over the relevant statute. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി ഇറങ്ങിയ പരിപത്രമോ സർക്കാർ ഉത്തരവുകളുടെയോ ബലത്തിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നു. ജോസഫ് മാത്യു, അതായത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അതീതമായാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് കോടതി പറയുമ്പോൾ സർക്കാരിന്റെ കൃത്യവിലോപത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു കോടതി, അല്ലെ? തീർച്ചയായിട്ടും ഈ നിയമവിരുദ്ധമായ ഈ വലിയ തോതിലുള്ള മരമുറി ഇവിടെ അരങ്ങേറിയതിന്റെ അടിസ്ഥാന കാരണം അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ A. ജയതിലക് ഇറക്കിയ തെറ്റായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. തെറ്റായ ഉത്തരവാണ്. പിന്നീട് രണ്ടാമത് അദ്ദേഹം തന്നെ അത് ചില സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ എന്ന് പറഞ്ഞു. വ്യക്തതയില്ലാത്തതല്ല. ഡോക്ടർ ജയതിലക് ഇറക്കിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ജയതിലക്, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അദ്ദേഹം ഇറക്കിയ ഉത്തരവ് തെറ്റായിരുന്നു. അത് വ്യക്തതയില്ല എന്നല്ല, തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 100 ദിവസങ്ങൾക്കകം തന്നെ ഫെബ്രുവരി മാസം 2021 ഫെബ്രുവരി മാസത്തിൽ അത് പിൻവലിക്കുകയും ചെയ്തു, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നു, അപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ഈ ഉത്തരവ് ഇതിന്റെ യഥാർത്ഥ വസ്തുത വെളിച്ചത് വരണമെങ്കിൽ ഇത് മറ്റൊരു ഏജൻസി അന്വേഷിക്കണം. ഇതിന്റെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. ഈ ഉത്തരവ് ഇറങ്ങിയതിന്റെ പശ്ചാത്തലങ്ങളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. ശ്രീ ജോസഫ് മാത്യു, ഐസൻ ജോസ് ഇപ്പോൾ ഒപ്പമുണ്ട്. ഐസന് ചോദിക്കാനുണ്ട്. ജോസഫ് മാത്യു സാർ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. സാർ, നമ്മൾ പലതവണ പരാമർശിച്ചൊരു വിഷയമാണിത്. അതായത് ഈ ജയതിലകിനെതിരായ ഒരു കേസാണ്, ഒരു ജയതിലകിൻ്റെ ഉത്തരവാണ് ഇതിൻ്റെ അടിസ്ഥാനമായി. അതായത് 11/3/2020 ഉണ്ടായിരിക്കുന്ന ഉത്തരവ് ജയതിലകിൻ്റെ, അതായത് അന്നത്തെ അഡീഷണൽ റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദ മരമുറിയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ നിയമം, ആ ഉത്തരവ് തന്നെ കൃത്യമായി നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്, അതും ഒരു ജില്ലാ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ റവന്യൂ സെക്രട്ടറി ആയിരുന്ന നിയമവിരുദ്ധമായ ഉത്തരവ് പുറപ്പെടുവിച്ച ആൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ ഉതകുന്നതല്ലേ ഈ ഉത്തരവ്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. 24/10/2020 തീയതിക്ക് ഡോക്ടർ ജയതിലക് ഒപ്പിട്ടിറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമായിരുന്നു. അത് 11/3/20 അതിനു മുമ്പ് പരിപത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് 24/10/20 ഉത്തരവ് ഇറക്കിയത്.
ഈ പരിപത്രവും ഉത്തരവുകളും നിയമവിരുദ്ധമായിരുന്നു. അത് നിയമപരമായി നിലനിൽപ്പില്ലായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2020 ജൂലൈ മാസം 8-ാം തീയതി വളരെ വ്യക്തമാക്കിയിരുന്നതാണ് ഈ പരിപത്രം നിലനിൽപ്പില്ലാത്തതാണെന്ന്, നിയമപരമല്ല എന്ന്. ജൂലൈ മാസത്തിലും വ്യക്തമാക്കി, പിന്നീട് 2020 ഓഗസ്റ്റിലും കോടതി വ്യക്തമാക്കിയിരുന്നു. വീണ്ടും കോടതി പറയുകയും ചെയ്തു, നിയമ ലംഘനമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ മരങ്ങൾ മുറിക്കാൻ അനുവദിക്കാവൂ എന്നും ഹൈക്കോടതി വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞതാണ്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഡോക്ടർ ജയതിലക് 24/10/2020 തീയതിക്ക് വീണ്ടും ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം മുറിച്ചു നീക്കപ്പെട്ടതും. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ നിയമവിരുദ്ധ മരമുറിയിൽ. ഡോക്ടർ ജയതിലകിന്റെ ഒരു വ്യക്തമായ ഇൻവോൾവ്മെന്റ്, അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് അതും കൂടി അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ജോസഫ് മാത്യു, തീർച്ചയായും ഇതൊരു അന്വേഷണം, തുടരന്വേഷണം, അതായത് ഇത്തരത്തിലുള്ള ചില നിർണായക നീക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടർ ജയതിലകുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിലനിൽക്കുമ്പോൾ ജയതിലകിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റാണ്? വിജിലൻസ് ആണോ, അല്ലെങ്കിൽ സ്വാഭാവികമായും അത്തരം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇനി നടപടികൾ ഉണ്ടാകേണ്ടത്? അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കുമോ പരാതിക്കാർക്ക്? തീർച്ചയായിട്ടും അല്ല. ഇതിനകത്ത് നോക്കൂ, പിന്നെ ഇത് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ, അതും ടോപ്പ് ചീഫ് സെക്രട്ടറി, ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റാണിത്. തെറ്റായ ഒരു ഉത്തരവാണ് ഇറക്കിയത്. അപ്പൊ അതാണ് ഇതിന്റെ അടിസ്ഥാനമായി. എത്ര ഉന്നതരായാലും അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഈ കേരളത്തിൽ ഇപ്പോൾ ഇതിനുവേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷം SIT ഫോം ചെയ്തെങ്കിലും അതിനകത്തുള്ള ഓഫീസർമാരോ ആരും ഇദ്ദേഹത്തെ ഭയന്നോ എന്തോ ആകാം ആ ഭാഗത്തേക്ക് അന്വേഷണത്തിന് കടന്നിട്ടില്ല. ഞാൻ അന്ന് ഇതിനകത്ത് പോലീസ് കേസിനകത്ത് മരമുറിയുമായിട്ട് ബന്ധപ്പെട്ട മുട്ടൽ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ട് കോടതി മുമ്പാകെയുള്ള കേസിനകത്ത് പോലീസ് കേസ് ഡയറി പരിശോധിച്ചതിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് തന്നെ, എന്തുകൊണ്ട് റവന്യൂ സെക്രട്ടറിയോട് ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഉത്തരവുകൾ, അതായത് 11 മാർച്ചിൽ ഇറങ്ങിയ പരിപത്രം, ഒക്ടോബറിൽ ഇറങ്ങിയ സർക്കാർ ഉത്തരവ്, വീണ്ടും ഫെബ്രുവരി മാസത്തിൽ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ഇറക്കിയ 3ാമത്തെ ഉത്തരവ്, വിവിധ തരത്തിലുള്ള ഉത്തരവുകൾ ഇറങ്ങാൻ ഇടയായ സാഹചര്യം എന്ത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഒന്നും അന്വേഷിച്ചിട്ടില്ല. ആ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ അവരുടെ ഒന്നും മൊഴി ഈ SITയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടില്ല. ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി വായിച്ചു കഴിഞ്ഞാലും അറിയാം ഇതിന്റെ തെറ്റ് വന്നിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ കയ്യിൽ നിന്നാണെന്ന്. ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് ഇതിലെ തെറ്റ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഇവർ ഇപ്രകാരം നിയമവിരുദ്ധമായ മരമുറി നടത്തി ഈ കോടികളുടെ നഷ്ടം വരുത്തിയതിന് ഈ റവന്യൂ വകുപ്പിലെ അന്നത്തെ ജില്ലാ കളക്ടർക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഉള്ള പങ്ക് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു. ചുരുക്കി പറഞ്ഞാൽ ശ്രീ ജോസഫ് മാത്യു, ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സ്വാധീനം ദുരുപയോഗം ചെയ്യപ്പെട്ടു ഈ പ്രതികൾക്കായി. യെസ്, തീർച്ചയായിട്ടും ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇനി രാഷ്ട്രീയ സ്വാധീനം എന്തോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിനകത്ത് വരിക. അതിന്റെ അതുകൊണ്ടാണല്ലോ ശരിക്കും ഒരു വ്യക്തമായ തുടരന്വേഷണം വരണം. ഇതിൽ തുടരന്വേഷണം ഏതായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാനന്ന് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇനിയിപ്പോ തുടരന്വേഷണമല്ല, ഇതുകൊണ്ട് ഇപ്പോൾ ഇനി വരേണ്ടത് മറ്റൊരു ഏജൻസി, ഒരു റീഇൻവെസ്റ്റിഗേഷൻ, മറ്റൊരു ഏജൻസി, CBIയോ അതുപോലുള്ള മറ്റുള്ള ഏജൻസിയോ ഹൈക്കോടതി നേരിട്ടുള്ള ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. ഒരു കാര്യം കൂടി ശ്രീ ജോസഫ് മാത്യു, അതായത് വനനശീകരണത്തിന് അഡീഷണൽ റവന്യൂ സെക്രട്ടറി കൂട്ടുനിന്നു എന്ന ഗുരുതരമായ കുറ്റം കൂടി തെളിയുന്നു. അതെ, ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ വായിച്ചാൽ വ്യക്തമാണല്ലോ. അദ്ദേഹം ഇറക്കിയ ഉത്തരവ്, ആ ഉത്തരവിന്റെ പ്രത്യേകത നോക്കൂ. ആ ഉത്തരവിൽ ഈ പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ടിന്റെ 5ാം വകുപ്പും 6ാം വകുപ്പും എടുത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവിലെ 5ാമത്തെ പാരഗ്രാഫ് പറയുന്നത്. ആ കൊണ്ട് എന്ന് പറയുന്നില്ല, പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്തിന്റെ 6ാം വകുപ്പിൽ പറയുന്നു മരങ്ങൾ മുറിക്കാം, പ്രൊവൈഡഡ്
റിസർവ്ഡ് ട്രീസ് മുറിക്കാൻ പറ്റില്ല എന്ന് 6-ാം വകുപ്പിൽ അതിന്റെ പ്രൊവൈസോ ക്ലോസിൽ പറയുന്നുണ്ട്, വ്യക്തമാക്കി. പക്ഷേ ഈ 24/10/2020 തീയതിക്ക് ഇറങ്ങിയ റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവിൽ ഈ പ്രൊവൈസോ ക്ലോസ് വളരെ ബോധപൂർവം മാറ്റിയിട്ടുണ്ട്. അത് അതിൽ കാണിക്കുന്നില്ല. അത് തന്നെ വലിയ ഗുരുതരമായ, അവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറയുന്നത്. പ്രൊവൈസോ ക്ലോസ് അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ, ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്കാർക്കും ഇത് മരം മുറിക്കാമെന്നേ തോന്നുള്ളൂ. അങ്ങനെയാണ് ഉത്തരവ്. അതിന്റെ താഴെ അഡീഷണൽ ആയിട്ട് ഒരു ക്ലോസും കൂടി വെച്ചു, ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥരും തടസ്സപ്പെടുത്തരുതെന്നും. ഇങ്ങനെ വിചിത്രമായ ഒരു ഉത്തരവാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വൻതോതിൽ ഈ മരങ്ങൾ മുറിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗൂഢാലോചന തെളിയിക്കേണ്ടത്. ഇപ്പം പോലീസ് കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 120B പറയുന്നുണ്ടെങ്കിലും ആരുമായി ഗൂഢാലോചന നടത്തിയെന്ന് ഇല്ല. അതില് ഗൂഢാലോചനയുണ്ട്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ 3 പേരും അവരുടെ വീടിനകത്തിരുന്ന് അവർ 3 പേരും പരസ്പരം ആലോചിക്കുന്നതല്ല ഗൂഢാലോചന. ഇത് സർക്കാർ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഇൻവോൾവ്മെന്റ് ആരെങ്കിലുമായിട്ട് ആലോചന നടത്തുന്നതാണ് ഗൂഢാലോചന വരുള്ളൂ. അല്ലാണ്ട് ഈ പ്രതികൾ 3 പേരും കൂടി മാത്രം ആലോചിക്കുന്നതല്ലല്ലോ. പക്ഷേ അന്വേഷണത്തിൽ ഇതൊന്നും വന്നിട്ടില്ല. ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കണം. ഗൂഢാലോചന ഉണ്ടെന്ന് 120B ഉണ്ടെന്ന് എഴുതി വെച്ചു. പക്ഷേ അതിന് പര്യാപ്തമായ തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടില്ല. SIT അന്വേഷിച്ചതിലില്ല അത്. അതുകൊണ്ട് തന്നെയാണ് ക്രിമിനൽ കേസിലെ കുറ്റപത്രം ദുർബലമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. ശരി, വളരെയധികം നന്ദി. ഈ കേസിൻ്റെ നിയമവശങ്ങൾ, ഈ ഉത്തരവിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞതിന് ശ്രീ ജോസഫ് മാത്യു.